ഒരു മിനിറ്റിൽ 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ചോദ്യം നോക്കിയോ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എസ്കിമോസ് ഇൻ അഡാപ്റ്റിംഗ് ടു ദ ടണ്ട്ര എൻവയോൺമെന്റ്. ടണ്ട്രയിലെ ചുറ്റുപാടുകൾക്കനുസരിച്ച് എസ്കിമോകൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു എന്ന് വിശദീകരിക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ടണ്ട്ര എൻവയോൺമെന്റ് അല്ലെങ്കിൽ ടണ്ട്ര റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല തണുത്ത പ്രദേശമാണ്, കൊടും തണുപ്പാണ്. അവിടെ ഈ എസ്കിമോസുകൾ ജീവിക്കുന്നുണ്ട് അല്ലെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിജീവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവിടെ ആദ്യം എഴുതാൻ പറ്റിയൊരു പോയിന്റ് എന്താ? നമ്മൾ ഇഗ്ലൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഇഗ്ലൂസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഐസിന്റെ പാളികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇഗ്ലൂസ്, ഒരു ചെറിയ കൂടാരം പോലെ ഇഗ്ലൂസ് ഉണ്ടാക്കുന്നു. അതിന്റെ ഉള്ളിലാണ് അവർ ജീവിക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ് സമയത്ത്, ഇത് ശൈത്യകാലത്താണ് പറഞ്ഞത്, വിന്റർ സീസൺ ആണ് പറഞ്ഞത്. ഇനി വേനൽക്കാലമാണ് സമയത്തോ അവർ നദിക്കരയിലൊക്കെ പോയിട്ട് ചെറിയ ടെന്റുകൾ ഉണ്ടാക്കും. ഒരു മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ടെന്റുകൾ ഉണ്ടാക്കും. എന്നിട്ട് ഫിഷിങ്ങും അതുപോലെ തന്നെ വേട്ടയാടലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതാണ് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സ്ലെഡ്ജുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. സ്ലെഡ്ജുകൾ അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളുടെ തോലുകളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കയാക്കുകൾ എന്ന് പറഞ്ഞൊരു ബോട്ട് തോണി അവർ ഉപയോഗിക്കാറുണ്ട്. ഇത് പിന്നീട് അവർ മാറിയിട്ട് യൂറോപ്യന്മാർ വന്നൊരു സമയത്ത് സ്പീഡ് ബോട്ടായിട്ട് അവർ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം കൂടി അവിടെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ്കിമോസിനെ കുറിച്ചുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.